നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന എനിക്ക് മറ്റു പലരെയും വിഷമിപ്പിക്കേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ മുതിരുകയില്ല. അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. ആനന്ദൻ എത്ര പറഞ്ഞാലും എനിക്ക് ആ തീരുമാനം മാറ്റാൻ പ്രയാസമാണ്. ദേവിയോട് ഞാൻ ഇപ്പോഴും പറയുക, വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. പോടാ. മോനെ അമ്മ പറയുന്ന ബാപ്പുവാ. എന്താടാ? നടക്ക് മോനെ, നടക്ക്. അതെ, നിന്നെ കെട്ടാൻ ഏതവൻ വന്നാലും ഇതായിരിക്കും അവരുടെയൊക്കെ അനുഭവം. അതുകൊണ്ടെല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. അതെ, നിന്നെ കെട്ടാൻ ഭദ്രനുണ്ട്. ഇനി നമുക്കത് വെച്ച് താമസിപ്പിച്ചാൽ ശരിയാവില്ലല്ലോ. ഉടനെ നമ്മുടെ കല്യാണം നടത്താം. അത് നടന്നിരിക്കുകയും ചെയ്യും. ഞാൻ ദേവുവിനെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തത്. ഒരു റൗഡി വന്ന് ഭീഷണിപ്പെടുത്തിയോണ്ട് ഞാൻ പേടിക്കൊന്നുമില്ല. അമ്മയൊന്ന് പേടിച്ചു, ആ പേടി ഞാൻ കാര്യമാക്കുന്നില്ല. അല്ല, എന്താ വന്നവന്റെ പേര്? ഭദ്രൻ. ആ, ഭദ്രൻ എന്നല്ല, അവനെക്കാളും വലിയ കൊല കൊമ്പം വന്നാലും എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ തീരുമാനിച്ച തന്നെയാ. ഇന്നലെ നടക്കാൻ പാടില്ലാത്തെല്ലാം ആ ഭദ്രനായിട്ട് വീട്ടിലുണ്ടാക്കിപ്പോയി. അതിൽ ആനന്ദനും അമ്മയ്ക്കും ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കാം. ആ വൃത്തികെട്ടവനെ പേടിച്ചിട്ടാണോ ദേവിക കല്യാണത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുത്തത്? അത് അവനെ ദേവിക ഭയപ്പെടുകയൊന്നും വേണ്ട. അവനെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം. അതിനിപ്പം ഞാൻ വിചാരിച്ചാലും മതി. അതുകൊണ്ട് അവന്റെ വിഷയം മറന്നേക്ക്. അത് മാത്രല്ല, വേറെയും പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന എനിക്ക് മറ്റു പലരെയും വിഷമിപ്പിക്കേണ്ടി വരും. അതിനെനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ മുതിരുകയില്ല. അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. ആനന്ദൻ എത്ര പറഞ്ഞാലും എനിക്ക് ആ തീരുമാനം മാറ്റാൻ പ്രയാസമാണ്. ദേവിയോട് ഞാൻ ഇപ്പോഴും പറയുക, വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ദേവിക ഒരിക്കൽ കൂടി മനസ്സിരുത്തി ചിന്തിക്കണം. ഇപ്പോ താൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയോ ചില സമ്മർദ്ദങ്ങളുടെ പുറത്താ. അങ്ങനെയല്ല ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും താൻ ആലോചിക്കുക. നന്നായി ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. പക്ഷേ ആ ഡിസിഷൻ നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. അതാ എന്റെ വിശ്വാസം. മാലാക, മലക ഇപ്പോഴാണോ എന്നെ?
ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കാന്നറിയോ? മാലക എന്താ വൈകി പോയേ? ഓ, ഫ്രണ്ടായിട്ട് വർത്താനം പറഞ്ഞിരിക്കായിരുന്നോ? ആ ഉം, അതെ. എന്നിട്ട് പറഞ്ഞു തീർന്നോ? തീർന്നു. എന്നാ വാ, നമുക്ക് പാർക്കിൽ പോയിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആനന്ദൻ പോയിക്കോളൂ. ഞാൻ പോവാം. പക്ഷേ ദേവിക റീതിങ്ക് ചെയ്യണം. നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കണം. ശരി, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നമുക്ക് പാർക്കിൽ പോവാം. അയ്യോ, എനിക്കിപ്പോ അതിന് സമയമില്ല കുട്ടാ. ഒന്നും പറഞ്ഞാ പറ്റില്ല, പാർക്കിൽ പോണെന്ന്. നല്ല കുട്ടനല്ലേ, പറയുന്ന കേൾക്ക്. നിന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് കൃത്യമായി എനിക്ക് ചെയ്തു തരണം. സാറ് കാര്യം പറയും. അതെ, നീ ഇനി സിദ്ധുവിന്റെ മാലാകെ കാണുമ്പോ അവളുടെ പേരും ഫോൺ നമ്പരും ചോദിച്ചു വാങ്ങണം. അല്ലെങ്കിൽ അവളെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും അറിയണം. ഞാൻ ശ്രമിക്കാം സർ. ശ്രമിച്ചാ പോരാ, ചോദിച്ച് ഫോൺ നമ്പർ വാങ്ങിച്ചെടുക്കണം. കിട്ടിയേ പറ്റൂ. ഞാൻ നോക്കാം സർ. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഒരാളും അറിയരുത്. മനസ്സിലായി. പോവാം. മാഡം, ഞാൻ മാഡത്തെ കാണാൻ കുറെ നാളായിട്ട് ശ്രമിക്കാം. എന്താ കാര്യം? നമ്മൾ ഇത്ര നാളായിട്ട് തമ്മി കാണുന്നുണ്ടെങ്കിലും എനിക്ക് മാഡത്തിന്റെ പേരോ ഫോൺ നമ്പറോ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് അത് വേണമായിരുന്നു. അതെന്തിനാ? അതും കുട്ട മാഡത്തെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാ മാഡത്തെ ഒന്ന് വിളിച്ചു പറയോ, മാഡത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് കുട്ടനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ ചെയ്യാലോ. ശരി, ഞാൻ നമ്പർ പറഞ്ഞത് സേവ് ചെയ്തോളൂ. ഒരു സെക്കൻഡ് മാഡം. പറഞ്ഞോളൂ മാഡം. ഹായ്, ബലൂൺ ബലൂൺ, എനിക്ക് ബലൂൺ വേണം. എനിക്കിത് വേണം, എനിക്കിത് വേണം. മാമ, കുട്ട കുട്ട നിക്ക് ഒരു മിനിറ്റ്. കുട്ട, എടാ നിക്ക് കുട്ട. എടാ ഞാൻ പറയുന്നേക്ക് കുട്ട നിക്ക്. എനിക്കിത് വേണം. കുട്ട കുട്ട പറയുന്നേക്ക് നിക്ക്. കുട്ടാ കുട്ടാ കുട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.